ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഗോപി ഗോപവൃന്ദങ്ങൾക്ക് അനന്തനന്ദനന്ദ കോടി പ്രണാമം. ഗോപി ഗോപന്മാരുടെ മനസ്സുകളെ ആനന്ദത്തിൽ നിറയ്ക്കാൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും നൂറ്റിട്ട് ഹരിയും ഹരിനാമകീർത്തനവും നാരായണീയവും ജ്ഞാനപ്പാനയൊക്കെ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരുടെ ഹൃദയത്തെ നിറച്ചുകൊണ്ട് ഒരുപാട് കവികൾ സൃഷ്ടിച്ചു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണത്. അത് പക്ഷേ കേവലം കേരളത്തിൽ മാത്രമല്ല, എല്ലാ ദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആഴ്വാൻമാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തന്മാരുണ്ടായിരുന്നു. ഭക്തിയിൽ ആണ്ടവർ എന്നാണ് അവർക്ക് പേര്. 5ാമത്തെ വേദമായിട്ടാണ് അവർ 4000 പ്രബന്ധത്തെ കണക്കാക്കിയത്. ഈ 12 കവികൾ ഭഗവാനെക്കുറിച്ച് എഴുതിയ പാട്ടുകൾ അതാണ് സമാഹരിച്ചിട്ട് ശ്രീനാഥമുനി സമാഹരിച്ചിട്ട് 4000 പ്രബന്ധം. ഇതൊരു ഭക്തിയാണെന്നറിയുമോ? അതങ്ങനെ വായിച്ചാൽ സാക്ഷാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരണമായിട്ട് തോന്നും. ആ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കാൻ ഈ ഭക്തന്മാരെ എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ പാസുരങ്ങൾ എന്നറിയപ്പെടുന്നു. 12 പേരാ. അതിൽ ഒരു സ്ത്രീ ആയിട്ടുള്ളത് ആണ്ടാളമ്മയാണ്. ആണ്ടാളമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു ആഴ്വാരുടെ മകളാണ്. സാക്ഷാൽ ശ്രീരംഗനാഥനെ പൂജിച്ചുകൊണ്ട് ഇങ്ങനെ കൂടിയിരുന്നു അദ്ദേഹം. അപ്പോൾ എന്നും മാല കെട്ടിക്കൊടുക്കും. ഇപ്പോൾ ഒരു ദിവസം മാലയ്ക്ക് പൂവ് പറിക്കാൻ വേണ്ടി തുളസി തോട്ടത്തിൽ വന്നപ്പോൾ സുന്ദരി കുട്ടിയായിട്ടൊരു പെങ്കിടാവ് അവിടെ കിടക്കണം. അതിനെ എടുത്തിങ്ങനെ വളർത്തി എന്നും കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും, ശ്രീരംഗനാഥൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഈ ആഴ്വാന്മാരെ സംബന്ധിച്ചോളം അവർക്കൊരു കോവിൽ എന്ന് പറഞ്ഞാൽ ശ്രീരംഗനാഥനാണ്. കോവിൽ, അമ്പലം എന്ന് പറഞ്ഞാൽ ശ്രീരംഗാണെന്നർത്ഥം. പിന്നെ ഉള്ളത് സാക്ഷാൽ തിരുപ്പതി തേവരാണ്. 4 മലകളൊക്കെ കടന്നിട്ടാണ് പോവുക. ആ മലകളൊക്കെ 4ആണോ എനിക്ക് സൂക്ഷ്മനിഷ്ഠയില്ല. ആ മലകളൊക്കെ ഭഗവാനെ താങ്ങി നിൽക്കുന്ന സർപ്പത്തിൻ്റെ ഭണങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ശ്രീരംഗനാഥനും തിരുപ്പതി തേവരക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഈ ആഴ്വാന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭഗവാന്റെ കഥകളൊക്കെ ആണ്ടാളമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ കുട്ടി ചോദിക്കും, എനിക്ക് വിവാഹപ്രായമാകുമ്പോൾ എന്നെ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കുക? സംശയമുണ്ടോ? എൻ്റെ കുട്ടിയെ ശ്രീരംഗനാഥനാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. വിവാഹപ്രായമായപ്പോൾ പല ആലോചനകളൊക്കെ അച്ഛൻ കൊണ്ടുവന്നെങ്കിലും അവർക്കതൊന്നും വേണ്ട. അവർക്ക് ശ്രീരംഗനാഥനെ മാത്രം മതി. കാലം കുറെ കഴിഞ്ഞു. വന്ന വിവാഹാലോചനകളൊക്കെ അവൾ തിരസ്കരിച്ചു. ശ്രീരംഗനാഥന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ടും ശ്രീരംഗനാഥൻ വരാണ്ടായപ്പോൾ അദ്ദേഹം കാണുന്നില്ലെങ്കിൽ പിന്നെ ഈ സുന്ദരമായ നൃത്തം ഞാൻ ആർക്ക് വേണ്ടി ചെയ്യണം? അദ്ദേഹം ആസ്വദിക്കണില്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി കീർത്തനം പാടണം? അദ്ദേഹത്തിന് കാണാനല്ലെങ്കിൽ ഈ അതിസുന്ദരമായ തലമുടി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചീകി ഒതുക്കി കെട്ടിക്കൊണ്ട് നടക്കുന്നത്? ഈ തിലകക്കുറി ആർക്ക് വേണ്ടി? ഈ ആഭരണങ്ങൾ, ഈ വസ്ത്രപ്രപഞ്ചങ്ങൾ ഒന്നും വേണ്ട തീരുമാനിച്ചു. ഉണ്ണാതെ ഉറങ്ങാതെ കണ്ണെഴുതാതെ കണ്ണാ 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 എന്ന് വിളിച്ച് ശ്രീരംഗനാഥനെ അവൾ കാത്തിരുന്നു. ഒരു ദിവസം ശ്രീരംഗനാഥൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇത്രേ ആനപ്പുറത്ത് കയറിയിട്ടാണ് വരണത്. ഭഗവാൻ വരികയാണ് നേരെ ആണ്ടാളമ്മയുടെ അടുത്തേക്ക്. വരണ വഴി പല ആൾക്കാരോടും വഴി ചോദിച്ചു. ഇത്രേ ആണ്ടാളമ്മയുടെ ഭവനം എവിടെയാണ്? അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല, അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവരെല്ലാവരും ഞാൻ ആണ്ടാളമ്മയെ കൊണ്ടുപോകണമെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതോ ഒരു പ്രഭു എന്നേ അവർ വിചാരിച്ചുള്ളൂ. അവരെല്ലാവരും കൂടി നമ്മുടെ ഗുരുവായൂർ ശിവേലിക്ക് ഗോവിന്ദ കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞിട്ട് ശിവേലിക്ക് എല്ലാവരുടെയും ആനപ്പുറത്തിരിക്കണം. ഭഗവാന്റെ പുറകെ അങ്ങനെ വരില്ലേ? അതുപോലെ ശ്രീരംഗനാഥൻ്റെ പുറകെ എല്ലാവരും വന്നു. ഇവിടെ വന്ന് ആണ്ടാളമ്മ എങ്ങനെ കൂട്ടിയിട്ട് പോയിന്ന ആണ്ടാളമ്മയ്ക്ക് മനസ്സിലായി ഇത്ര ഇതാ ശ്രീരംഗനാഥൻ വരുന്നുണ്ടെന്ന്. അത് കണക്കാക്കി അണിഞ്ഞൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതൊട്ട് സർവാഭരണ വിഭൂഷിതയായി രംഗനാഥൻ്റെ ഭക്തിയാവാൻ അവൾ കാത്തിരുന്നു. ആ കോത തിരുപ്പാവൈ എന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. പാസുരാണ്, അല്ലെങ്കിൽ 4000 പ്രബന്ധത്തിൽ വരണ ഒന്നാണ് എന്നർത്ഥം. തിരുപ്പാവയിൽ ഈ ഭഗവാനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് മുഴുവൻ. അതുപോലെ വേറൊരു കൃതിയും ഇവരുടേതായിട്ടുണ്ട്. ഭഗവാനെക്കുറിച്ച് എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ തുടിച്ചു കുളിക്കാൻ പോകുന്ന ഗോപികമാരുടെ ഭാവത്തിലാണ്. കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്ന കഥ, ഗോപികമാരുടെ കഥ ഭാഗവതത്തിൽ പ്രസിദ്ധമാണല്ലോ. അതുപോലെ ഇവരെല്ലാവരും ആ ഗോവിന്ദനെ പതിയായിട്ട് കിട്ടാൻ വേണ്ടി തുടിച്ചു കുളിക്കാൻ ഇങ്ങനെ പോവുക. ആ പോണ സമയത്ത് ഓരോ ഗോപികമാരെയും വിളിച്ചുണർത്തുന്നു. അപ്പോൾ ചിലർ എനിക്ക് ഭഗവാനെയൊന്നും കിട്ടില്ല, അതിനുള്ള യോഗ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ ഗോകുലത്തിലല്ലേ ജനിച്ചത്? ഇടയ കുടുംബത്തിലല്ലേ ജനിച്ചത്? ആ പശുപാലകരുടെ കൂടെയല്ലേ, ഈ ഏഴകളുടെ കൂടെയാണ് സാക്ഷാൽ കണ്ണനുള്ളത് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട. ചിലർ പറയണു എൻ്റെ സൗന്ദര്യം, എൻ്റെ യശസ്, എൻ്റെ പ്രശസ്തി അല്ലേ, ഗുരുവായൂരപ്പൻ വേണമെങ്കിൽ എങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം.
അപ്പോൾ അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ട് ആരാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ യശോദമ്മയും സാക്ഷാൽ കണ്ണനെയൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ടുള്ള യാത്രയാണത്. അതാണ് ആ പാട്ടുകളിൽ മുഴുവനുള്ളത്. അതുപോലെ ഈ ഭഗവാന് സന്ദേശം അയക്കേണ്ട കാമുകനായിട്ട് തൻ്റെ പ്രിയതമനാവാൻ പോകുന്ന ആളായിട്ടൊക്കെയാണ് കണ്ണനെ കാണുന്നത്, ഈ ശ്രീരംഗനാഥനെ കാണുന്നത്. കുയിലിനെയും വായുവിനെയും മേഘത്തിനെയൊക്കെ ദാ ഞാൻ കാത്തിരിക്കണു കണ്ണ എന്ന് പറഞ്ഞ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ 12 ആഴ്വാന്മാരിൽ പ്രസിദ്ധയാണ് ആണ്ടാളമ്മ. അതുപോലെ കേരളീയനായ ഒരാൾവാരാണ് കുലശേഖര ആൾവാർ. നമ്മുടെ തിരുവഞ്ചിക്കുളത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ചേര ചോള രാജാക്കന്മാരൊക്കെ ജയിച്ച ചക്രവർത്തിയാണ്. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് സാക്ഷാൽ കണ്ണനെ ഭജിച്ചുകൊണ്ട് കണ്ണനെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം എഴുതിയിട്ടുള്ള മുകുന്ദമാല പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. ഭഗവാനെ വർണ്ണിക്കേണ്ടതിൽ മുഴുവൻ ഭക്തിയുടെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്നതാണ് ഈ കൃതികളൊക്കെ. അവരോരോ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയാൽ, ആ ചരിതങ്ങൾ പാടിയാൽ ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പ്രശസ്തമായിട്ട് തീരും. അതിനൊക്കെ വലിയ പദവിയാണ് കൊടുത്തിട്ടുള്ളത്. അവർ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ മതചിന്തകളൊന്നുമില്ലാണ്ട് ജാതി മതചിന്തകളൊന്നുമില്ലാതെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ കീർത്തനങ്ങളെ മുഴുവൻ. അപ്പോൾ എത്രയാ അതിൻ്റെ ഭക്തി എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ പാസുരങ്ങൾ മുഴുവൻ ആളുകളുടെ ഹൃദയങ്ങളെ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ഭക്തി പ്രസ്ഥാനത്തിന് ആഴ്വാന്മാർ നൽകിയ ഈ സംഭാവന പറയേണ്ടത് തന്നെയാണ്. 4000 പ്രബന്ധം ശ്രീനാഥമുനി സമാഹരിച്ചിട്ടുള്ളതാണ്. പഞ്ചമവേദമായിട്ടും ദ്രാവിഡ വേദമായിട്ടുമൊക്കെ ഇതിനെ പരിഗണിക്കണം. ആ വേദങ്ങൾ ഇനിയും 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 ഭക്തന്മാരുടെ മനസ്സുകളെ ആനന്ദത്തിൽ ആറാടിക്കട്ടെ. എല്ലാ ഭക്തന്മാർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരംഗനാഥൻ്റെയും തിരുപ്പതി ദേവരുടെയും പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഥ കണ്ണൻ്റെ തൃക്കൈയിൽ, രംഗനാഥൻ്റെ തൃക്കൈയിൽ, തിരുപ്പതി കണ്ണൻ്റെ തൃക്കൈയിൽ ലഡുവായിട്ട് സമർപ്പിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.